ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ചിക്കൻ വെച്ചൊരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചിക്കൻ എടുത്ത് അതിലെ ബോണെല്ലാം മാറ്റി ക്ലീനാക്കി എടുക്കാം. അതിന് ശേഷം ആ ചിക്കനിലേക്ക് വേണ്ട ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് ഒരു അരമണിക്കൂറെങ്കിലും ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷം ഒരു പാൻ അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് നേരത്തെ മാഗ്നേറ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കന് നമ്മൾ വേറെ വേവിക്കണമൊന്നുമില്ല. ഈ വെളിച്ചെണ്ണയിൽ തന്നെ കിടന്ന് നമ്മൾ ഫ്രൈ ആക്കിയാണ് എടുക്കുന്നത്. അപ്പോൾ നന്നായി വേവിക്കണം. അപ്പോൾ നമ്മൾ അപ്പുറവും ഇപ്പുറമൊക്കെ മറിച്ചിട്ട് നന്നായി വേവിച്ച് മാറ്റി വയ്ക്കുക. അത് തണുത്ത് കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയിലിട്ട് നമുക്കൊന്നത് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അധികം പൊടിഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി. ആ ചട്ടിയിൽ തന്നെ ഞാൻ മിളകെല്ലാം മൂപ്പിക്കാൻ ചമ്മന്തിക്ക് ആവശ്യത്തിന് എരിവിനുള്ള മിളക് ഞാനൊരു 4 വറ്റൽമുളകാണ് എടുത്തത്. പിന്നെ വേപ്പിലിട്ടു. പിന്നെ നമുക്കൊരു 10 ചുവന്നുള്ളി അത്ര വേണം, അതും കൂടി ഇട്ടു. അതിന് ശേഷം നമുക്കൊരു 4 വെളുത്തുള്ളിയാണ് വേണ്ടത്, അതും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് തേങ്ങയും കൂടി വേണം. അപ്പോൾ ഇതെല്ലാം ഇട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് തേങ്ങ ഇടണുള്ളൂ, അല്ലെങ്കിൽ തേങ്ങ ആദ്യം ഇട്ടാൽ കരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ ഇത് തേങ്ങയും കൂടി ഇട്ടു. ഇതെല്ലാം ഒന്ന് മൊരിഞ്ഞ് വരാം. അധികം കരിയാനൊന്നും പാടില്ല. തേങ്ങയുടെയൊക്കെ പച്ചമണം ഒന്ന് മാറി വരാം, അത്രയേ വേണ്ടൂ. അതിനുശേഷം മിക്സിയിൽ അതെല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം. ഞാൻ തേങ്ങ ഇതിൻ്റെ ഒപ്പം ഇടുന്നില്ല. ഒരു കഷ്ണം പുളിയും കൂടി നമ്മൾ ഇടണം കേട്ടോ ചമ്മന്തിക്ക്. തേങ്ങ ഒരുപാട് അരഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് ഞാൻ മുളകും ഉള്ളിയൊക്കെ ആദ്യം അരച്ചെടുത്തു. അതിന് ശേഷമാണ് തേങ്ങ അരച്ചത്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച് നമ്മുടെ ചിക്കൻ എടുത്ത് ഒരു പ്ലേറ്റിലിടുക. പിന്നെ നമ്മൾ ഈ തേങ്ങയും ഇതെല്ലാം കൂടി അരച്ച് ഈ കൂട്ടും കൂടി ഇട്ട് നമുക്ക് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ഇട്ട് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ നന്നായി മിക്സ് ചെയ്യാം. കൈ വെച്ച് നന്നായി മിക്സ് ചെയ്ത് ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണേ.